ഈ സർവേയും വരും. ഈ 4 പേപ്പറും ഫസ്റ്റ് ഗ്രേഡും എയും തമ്മിൽ സിലബസിൽ 90% സിമിലാരിറ്റി ഉള്ള പേപ്പറാണ്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ഇനി ഉള്ള വർഷം എന്ന് പറയുന്നത് LSTDAയുടെ എക്സാം വരാൻ സാധ്യതയുള്ള വർഷമാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന LSTDAE ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എക്സാമിന് എങ്ങനെ ഒരുമിച്ച് തയ്യാറെടുക്കാം എന്നുള്ളതാണ്. പലരും പകുതിക്ക് വെച്ച് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ നിർത്തിയിട്ട് നമുക്ക് ഓവർസിയർ ഗ്രേഡ് 1ലേക്ക് തിരിയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അതല്ല, രണ്ടിനെയും പ്രിപ്പറേഷൻ ഇൻ ഹാൻഡ് നമുക്ക് കൊണ്ടുപോയി പഠിക്കാനുള്ള സമയമുണ്ട്. അതെങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. സോ നമ്മുടെ എൻട്രിയുടെ ഓവർസിയർ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. നമ്മുടെ LSTDAE അതുപോലെ തന്നെ ഗ്രേഡ് 1 സ്പെഷ്യൽ ബാച്ചസ് എൻ്റെ മെൻറ്റർഷിപ്പിലുള്ള ക്ലാസ്സസ് നമുക്ക് എൻട്രിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഡീറ്റെയിൽസ് അറിയാനായി താഴെ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം. സക്സസ് ഡോണ്ട് നെസസറിലി കം ഫ്രം ബ്രേക്ക് ത്രൂ ഇന്നോവേഷൻ ബട്ട് ഫ്രം ഫ്ലോലെസ് എക്സിക്യൂഷൻ. നമ്മൾ ഇന്നോവേഷൻ വഴി അല്ല സക്സസ് ആക്ച്വലി വരുന്നത്. സക്സസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റില്ലാതെ അത് എക്സിക്യൂട്ട് ചെയ്യാണ്. നമുക്ക് പ്ലാൻ അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ടൈം ടേബിൾ കിട്ടാൻ ഒരു പാടുമില്ല. ഇപ്പോൾ നമ്മുടെ ഗോൾഡ് ബാച്ചിലാണെങ്കിൽ പോലും നമുക്ക് സ്റ്റഡി പ്ലാൻ തരുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റഡി പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഈ സ്റ്റഡി പ്ലാൻ ഈവൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്തെടുത്താൽ പോലും അത് ഫ്ലോലെസ് ആയിട്ട് അല്ലെങ്കിൽ തെറ്റില്ലാതെ എക്സിക്യൂട്ട് ചെയ്ത് ഫൈനലി വരെ കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് സക്സസ് കിട്ടുക. സോ ഫൈനലി ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പ്ലാൻ പ്രകാരം പഠിച്ച് നിങ്ങളുടെ ഡ്രീം ജോബ് എന്നുള്ള ഒരു വസ്തുതയിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്കറിയാം ഈ ഒരു LSTDAയിലേക്കുള്ള ജേണി അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിലേക്കുള്ള ജേണി എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ജേണിയാണ്. അത് ചെറിയ ചെറിയ സ്റ്റെപ്പ്, ഒരു ചെടി വളർന്ന് അതിൽ നിന്ന് ഫ്രൂട്ട് കിട്ടുന്ന പോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് വളരുന്ന ഓരോ സ്റ്റേജും നമ്മൾ ശ്രദ്ധാപൂർവ്വം നോക്കണം. അതിന് വേണ്ട റിസോഴ്സസ് കൊടുക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ജേണി എന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്ക് ഈ പരീക്ഷ എഴുതുന്ന ആസ്പിറൻസ് അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന ആൾക്കാരെ രണ്ടായിട്ട് ഞാൻ തരംതിരിക്കുകയാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സാണ്, അതായത് ജസ്റ്റ് പാസ് ഔട്ടായി അല്ലെങ്കിൽ ഓൾറെഡി പാസ് ഔട്ടായി പക്ഷേ ഇതുവരെ PSC എക്സാംസ് ഒന്നും തന്നെ നേരിട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു PSC എക്സാം എഴുതാൻ പോകുന്നത്. അവരെ ഞാൻ നിയോഫൈറ്റ്സ് എന്ന് വിളിക്കുകയാണ്. രണ്ടാമത് ഓൾറെഡി എക്സാം എഴുതിയുണ്ട്, ലിസ്റ്റിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാകും, വരാതിരിക്കാം. അവർ ഇനി ഒരു എക്സാം ഫേസ് ചെയ്യാൻ പോവാണ്. ആൻഡ് ഐ ക്യാൻ കോൾ ദം ആസ് റിപ്പീറ്റേഴ്സ്. അവർ റിപ്പീറ്റേഴ്സ് ആയിട്ട് പറയാം. അപ്പോൾ ഈ നിയോഫൈറ്റ്സ് ആയിട്ടുള്ളവർക്ക് നമുക്ക് ഒരിക്കലും എക്സാമിൻ്റെ പാറ്റേണോ അല്ലെങ്കിൽ എക്സാം എങ്ങനെയായിരിക്കും, ഒരു ഒബ്ജക്റ്റീവ് എക്സാം എങ്ങനെയാണ്, കേരള PSC എക്സാം നടത്തുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു അറിവും ഉണ്ടാകത്തില്ല. സോ ആദ്യം അവർ ചെയ്യേണ്ടുള്ളത് സിലബസും പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും ചെയ്തിട്ട് മാത്രമേ പഠിത്തം എന്നുള്ള കടമ്പയിലേക്ക് അവർ കയറി പറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിൽ ഒരുവിധം കേരള PSC എക്സാമിൻ്റെ നേച്ചറും അതുപോലെ തന്നെ SSCയുടെ നേച്ചറും എല്ലാ എക്സാമിൻ്റെ നേച്ചറും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അറിയാത്തവരായിട്ട് ഞാൻ പറയുകയാണ്, കേരള PSCയുടെ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സ്റ്റേറ്റുകളിലും നടത്തുന്ന ഈ എക്സാംസ് നോക്കുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ESC പ്രിലിംസിൻ്റെ ലെവലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് കട്ട് ഓഫ് എന്ന് പറയുന്ന 60 മാർക്കൊക്കെ എത്താനായിട്ട് പറ്റുള്ളൂ. ആൻഡ് കേരള PSCയുടെ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നിയർലി 50 മാർക്സ് ആണ്. 50 മാർക്സ് വന്നു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ വരാമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ജോലി കിട്ടണമെങ്കിൽ ആദ്യത്തെ 50 റാങ്കിനുള്ളിൽ വേണം. അതിന് വേണ്ടിയിട്ട് 60-നും 70-നും ഇടയ്ക്ക് അല്ലെങ്കിൽ 70+ മാർക്ക് എന്നുള്ളൊരു ടാർഗറ്റ് കൊണ്ടുപോയാൽ മാത്രമേ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയിം മനസ്സിലാക്കാം. നമ്മൾ എയും ഓവർസിയറും ഒരുമിച്ച് പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എയും ഓവർസിയറും ആവണം നമ്മുടെ ലക്ഷ്യം. രണ്ടും ബിലോ 50 എന്നുള്ള നമ്മുടെ എയിം നമ്മൾ ഇരുന്ന് പഠിക്കുന്ന എവിടെയാണോ അവിടെ പേസ്റ്റ് ചെയ്ത് വെക്കാം. അവിടെ പേസ്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ പഠിക്കേണ്ട ആ ഒരു സമയത്ത് എന്നും ചെല്ലുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അത് വെച്ചിട്ടുണ്ടാവാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള നിയോഫൈറ്റ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 2020 ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ മതി. 2020 ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നുപോയി അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ നമ്മൾ മനസ്സിലാക്കണം. അതായത് എത്രത്തോളം അത് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പറ്റുന്നില്ലെങ്കിൽ എന്താണ് മിസ്സിംഗ് ആയിട്ടുള്ളത്, ഏതൊക്കെ സബ്ജക്ട്സിലാണ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നത്, ഏതാണ് നിങ്ങളുടെ വീക്ക് ഏരിയാസിൽ ഇംപ്രൂവൈസേഷൻ കൊടുക്കുക, സ്ട്രോങ് ഏരിയ ഒന്നും കൂടി സ്ട്രോങ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എല്ലാ ബുക്കിനും അറ്റ്ലീസ്റ്റ് ഒരു റെഫറൻസ് ബുക്ക് വെക്കുക. റെഫറൻസ് ബുക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്ലാസ്സിൽ പറയാത്ത അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടാകും. ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കിട്ടുന്ന അഡീഷണൽ പോയിന്റ്സ് ചിലപ്പോൾ ഒരു ഗൈഡ് വഴിയായിരിക്കും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടുക, അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് കിട്ടിയ ഒരു സോഴ്സ് ആയിരിക്കും. അത് ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെഫറൻസ് ബുക്ക് വെക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കുന്ന സമയത്ത് 8 മാസത്തെ പ്ലാനൊക്കെ ഞാനിവിടെ കാണിച്ചത്. നമുക്കിനി 8 മാസമൊന്നും ഉണ്ട് എന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് എക്സാം നടക്കും. 6 മന്ത്സ് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ സബ്ജക്ട്സ് ക്ലബ് ചെയ്യുമ്പോഴും കൂടെ ശ്രദ്ധിക്കണം.
നിങ്ങൾക്ക് ഒരു പ്രോബ്ലമാറ്റിക് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് കൂടുതൽ അറിയേണ്ട സബ്ജക്റ്റും ഒരു തിയറി സബ്ജക്ട്സും കൂടി ക്ലബ് ചെയ്യാം. ലൈക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ക്ലബ് ചെയ്യുമ്പോൾ കൂടെ ബിൽഡിംഗ് മെറ്റീരിയൽസും കൊടുക്കാം. ബിൽഡിംഗ് മെറ്റീരിയൽസ് കംപ്ലീറ്റ്ലി പക്ക തിയറി ആയതുകൊണ്ട് യു ക്യാൻ റീഡ് ഇറ്റ് ആൻഡ് റീഡ് ചെയ്ത് റിവൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പ്രോബ്ലമാറ്റിക് ആയിട്ട് കോൺസെപ്റ്റും ഫോർമുലാസും വേണ്ടുന്ന പേപ്പർ ആയതുകൊണ്ട് തന്നെ മോസ്റ്റിന് നമുക്ക് അത്രയും സ്ട്രെയിൻ കൊടുക്കണ്ട, മെമ്മറൈസ് ചെയ്താൽ മതി. അപ്പോൾ മെമ്മറൈസ് ചെയ്ത് നിങ്ങൾ മടുക്കുമ്പോഴത്തേക്ക് ഒരു കോൺസെപ്റ്റ് ലെവലിൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മടുപ്പ് മാറിക്കണം. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ടെക്നോളജി ക്വാണ്ടിറ്റി ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് RCCയിലെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ മോസ് പഠിച്ചാൽ മാത്രമേ RCC പഠിക്കാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു ഓർഡർ മോസും സ്ട്രക്ചറൽ അനാലിസിസും പഠിച്ചതിന് ശേഷം മാത്രം നമുക്ക് എന്തിലേക്ക് പോകാം, RCCയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു മെക്കാനിക്സ് സോളിഡ്സ് ആണ് നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓവർസിയർ എക്സാമിന് നോക്കുവാണെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് കൂടെ പഠിക്കണം. സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അവിടെ പഠിക്കുന്നത് നമുക്ക് ഇവിടെ ഒരു ഗുണം കിട്ടുന്നത് മോസ് പഠിക്കാനുള്ള എളുപ്പം. അപ്പം ഫസ്റ്റ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കുക, ദെൻ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പഠിക്കുക, സ്ട്രക്ചറൽ അനാലിസിസ് പഠിക്കുക, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ടെക്നോളജി പഠിക്കുക, ദെൻ RCC സ്റ്റീൽ. ഈ 6 സബ്ജക്ട്സ് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർസിയറും എയിലെയും കുറച്ച് സ്ട്രക്ചറൽ പാർട്ട് സ്ട്രോങ് ആയി. പിന്നെ നമുക്ക് തിയറി പാർട്ടാണ് വരിക. അതിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് വരും, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വരും, എസ്റ്റിമേഷൻ വരും, ഈ സർവേയിങ് വരും. ഈ 4 പേപ്പറും ഫസ്റ്റ് ഗ്രേഡും എയും തമ്മിൽ സിലബസിൽ 90% സിമിലാരിറ്റി ഉള്ള പേപ്പറാണ്. അപ്പം ഈ 4 പേപ്പറും 2 എക്സാമിനും കൂടി വേണ്ടി തിയറി പഠിക്കുക. അഡീഷണലി വരുന്ന ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും എയ്ക്ക് ആവശ്യമുണ്ടാവും. അത് നിങ്ങൾ എയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി മനസ്സിലാക്കി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം പിന്നെ എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഇത് രണ്ടും 10 മാർക്ക് വീതം നമ്മുടെ എക്സാമിനുള്ളതാണ്. അപ്പോൾ ആ 10 മാർക്ക് രണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് ഈ 2 സബ്ജക്ട്സും പഠിക്കാം. ഇനി ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുക, എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗ് പഠിക്കുക, 20 മാർക്ക് അവിടെയായി. ഡിസൈൻ പഠിക്കുക, 20 മാർക്ക് അവിടെയായി, 40 മാർക്കായി. പിന്നെ നമുക്ക് മോസ് സ്ട്രക്ചറൽ അനാലിസിസ് പഠിക്കാതെ ഡിസൈൻ പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് അതും നമ്മൾ അവിടെ പഠിക്കുന്നു. അപ്പോൾ എത്ര മാർക്കായി നമുക്ക് 20, 40, 50 മാർക്സ് അവിടെയായി. പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേ, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് എങ്ങനെയായാലും ഒരു 10, 20, 25 മാർക്ക് കിട്ടും. അതായത് 65, 70 കിട്ടാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൈവിടാൻ പറ്റാത്ത സബ്ജക്ട്സ് ആണ് ജിയോ ടെക്നിക്കൽ, ട്രാൻസ്പോർട്ടേഷൻ, എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ, മോസ് സ്ട്രക്ചർ. ഈ 5 സബ്ജക്ട്സ് നിങ്ങളുടെ കൈപ്പടിയിൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും 60-ന് മേലെ മാർക്ക് കിട്ടും. 20 മാർക്കാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഉള്ളത്. 20 മാർക്കാണ് നമ്മുടെ ഡിസൈൻ ഉള്ളത്. അങ്ങനെ മൊത്തം 40 മാർക്ക് അവിടെയും കിടപ്പുണ്ട്. അപ്പം എങ്ങനെ നിങ്ങൾ ക്ലബ് ചെയ്ത് പഠിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു തിയറിയും പ്രോബ്ലമാറ്റിക്കും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം സൂപ്പറായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഞാൻ പറഞ്ഞു എക്സാമിന് കോമൺ ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഓവർസിയർ ഗ്രേഡ് 1-ന് വരുന്നുണ്ട്. ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എസ്റ്റിമേഷൻ, കോൺക്രീറ്റ് ടെക്നോളജി, അതുപോലെ തന്നെ സർവേയിങ്, ഇതൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് 90% സിമിലർ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇവിടെ പഠിക്കുന്നത് തന്നെ അവിടെയും യൂസ് ചെയ്യാൻ പറ്റും. സോ ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ്. മെക്കാനിക്സ് ആദ്യം പഠിക്കുന്നത് കൊണ്ട് അത് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിന് ഉപയോഗപ്പെടുന്നു. അത് തന്നെ നമുക്ക് നമ്മുടെ മോസും STയും RCC ഒക്കെ പഠിക്കാനായി എയ്ക്കും ഉപകരിക്കാനായിട്ട് സാധിക്കും. പിന്നെ സബ്ജക്ട് വൈസ് പ്ലാൻ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. സബ്ജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു കണ്ടിന്യൂറ്റി മനസ്സിലാക്കി ഞാൻ ഈ പറഞ്ഞ ഐഡിയ വെച്ച് സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ സബ്ജക്റ്റിൽ നിന്ന് കൂടുതൽ പ്രോബ്ലം ആണോ തിയറി ആണോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി കൂടുതൽ പ്രോബ്ലം ചോദിച്ച തിയറി സബ്ജക്ട്സ് ആണെങ്കിൽ അതിലെ പ്രോബ്ലംസ് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്ത് ഫോർമുലാസ് മെമ്മറൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനി തിയറി ചോദിച്ചതാണെങ്കിൽ തിയറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ നോട്ട്സ് എഴുതാൻ ശ്രദ്ധിക്കുക. റിവിഷൻ നോട്ട്സ് ഉണ്ടാക്കാൻ നോക്കുക. PYQs ചെയ്യുക. PYQs ചെയ്തിട്ട് കിട്ടാത്തത് നോട്ട് ചെയ്ത് വീണ്ടും ചെയ്യാനുള്ള സമയം കണ്ടെത്തും. ദിവസവും നിങ്ങൾ പഠിക്കണം. ദിവസം പഠിക്കുമ്പോഴത്തേക്ക് ഇന്ന് പഠിച്ചിട്ട് നിങ്ങൾ പഠിച്ചൊരു സ്റ്റേജ് എത്തുമ്പോൾ അവസാനത്തെ 1 മണിക്കൂർ അല്ലെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി തന്നെ വെക്കണം. കിടക്കുന്നതിന് മുന്നേ അടുത്ത ദിവസത്തെ പ്ലാൻ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത പ്രോബ്ലംസ് സൊല്യൂഷനിലേക്ക് പോയിട്ട് എവിടെയാണ് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം പറ്റിയെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അടുത്ത തവണ അത് ചെയ്യുമ്പോൾ വീണ്ടും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോകും. ഇനി റിവിഷൻ ചെയ്യുന്നത് മസ്റ്റാണ്. 70 മുതൽ 80% വരെ മാത്രമേ പഠനത്തിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ. ബാക്കി 20 മുതൽ 30% റിവിഷന് തന്നെ കൊടുക്കണം. ഈ റിവിഷന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ മറന്നു പോകാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. അപ്പം അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഷോർട്ട് നോട്ട്സിലൂടെ കടന്നു പോവുക.
അതുപോലെ തന്നെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ കൂടുതലായും സ്ട്രെസ് ചെയ്ത് പഠിക്കുക. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് വെക്കും. ആ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസിലൂടെ വീണ്ടും വീണ്ടും കടന്നുപോയി ആ കോൺസെപ്റ്റ് നമുക്കൊന്ന് സ്ട്രോങ് ആക്കി വെക്കാം. ഓക്കെ, അപ്പം ഇത്തരമുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് LSGD AE അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് ഓഫീസർ എന്ന സ്വപ്നം നമ്മുടെ കൈപ്പടിയിലിരിക്കും. അപ്പോൾ നമ്മുടെ എൻട്രിയുടെ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.